ഒരു പ്രഭാകരനും ഇല്ല. പ്രഭാകരാന്ന് പറഞ്ഞ് എന്ത് വിളിച്ചിട്ടും കാര്യമില്ല. 2018 പ്രളയം, 2020 കൊറോണ, ഇതൊക്കെ നമ്മൾ തരണം ചെയ്തു. പക്ഷെ ഈ ഒരു ഐറ്റം തരണം ചെയ്യാനുള്ള ആംബിയറും മലയാളികൾക്ക് ഇല്ല മക്കളെ. നിങ്ങളുടെ കാര്യം പോക്കാം. ഞങ്ങളെങ്ങനെയെങ്കിലും ജീവിക്കും. ഏത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ മനസ്സിലായോ? നമുക്കിതൊക്കെ കോണ്ടന്റാ. ഇത് കണ്ടോണ്ടിരിക്കണം. നിങ്ങളെ കഥ ആലോചിച്ചോക്കാണ്. ഈ സ്ത്രീന്റെ വീഡിയോ, ഈ പിന്നെ ഫസ്മിനാന്റെ ഒക്കെ വീഡിയോ 4 ലക്ഷം ആൾക്കാർ 5 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് കട്ട സപ്പോർട്ട്, ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടന്നൊരവസ്ഥയായിരുന്നു. നിങ്ങൾ എത്ര പേര് ഈ വിഷയം അറിഞ്ഞെന്ന് അറിയില്ല. നിങ്ങൾ എങ്ങനെ സഹിക്കുമല്ലയ്യ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പോരട്ടെ. ഫസ്മിനാൻ്റെയും സഫേൻ്റെ ഒക്കെ, ഫസ്മിനയ്ക്ക് വേണ്ടി ജയ് വിളിച്ച് സഫാനെ തെറി വിളിച്ച്, സഫയ്ക്ക് വേണ്ടി ജയ് വിളിച്ച് ഫസ്മിനാനെ തെറി വിളിച്ച്, ഇവർ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ലല്ലൂബീനെ തെറി വിളിച്ച്, ഇതൊന്നുമല്ലാത്ത മറ്റേ ചെറുക്കണ്ടല്ലോ മേനാസ്, ഓനെ തെറി വിളിച്ചിട്ട് ടീമൊക്കെ എവിടെ പോവും? ഈ സത്യം പറഞ്ഞ താടിക്ക് കൈ കൊടുത്ത് എന്താണെന്ന് അറിയേണ്ടതെന്നുള്ള ആ ഒരു കണ്ടീഷനിൽ ഇരിക്കാവൂലേ? ഒന്നിച്ചു കണ്ടോ? ഫസ്മിനാൻ്റെ ഒക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു തോന്നുന്നുണ്ട്. ഈ ബർത്ത്ഡേ സെലിബ്രേഷന് സഫ വന്നു, ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് കണ്ടത്. അൺബോക്സിങ് ഉമ്മയും ബാപ്പയൊക്കെ കൊടുത്ത് ഓരോ ഒരുമിച്ചു. അപ്പം ആര് മൂഞ്ചി? മൈനാസ് മൂഞ്ചിയോ? ഓനപ്പുറത്ത് പറയണ്ട്, വേറൊരു ചങ്ങായി അപ്പുറത്തുണ്ട്, ലല്ലൂമ്പി, ഫസിയൂമ്പി, മെഹനൂമ്പി, ലല്ലൂമ്പി, സഫൂമ്പി, അല്ല ജനങ്ങളുമ്പി, നിങ്ങളുമ്പി. സത്യം പറഞ്ഞ എനിക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കുകയാണ് ഞാൻ. ഇനി നിങ്ങൾ എന്ത് തെറി പറഞ്ഞാലും വേണ്ടില്ല. ഇത് കണ്ട് സമയം കളഞ്ഞ ആൾക്കാരെ കഥയെ ഓരോ വീഡിയോ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ്. 1.5 മണിക്കൂറൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് തെളിവ് ഫസി വരുമ്പോൾ തെളിവുമായി മാത്രമേ വരൂ, ഫസി വരുമ്പോൾ അത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മക്കളെ നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ കൊറോണയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ വാക്സിൻ അടിച്ച് അതിജീവിച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഇതിൻ്റെ അടുത്ത് വരാൻ പോവാണ്. എന്തുകൊണ്ട് അതിജീവിക്കാൻ പറ്റില്ല അറിയോ? ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫസ്മിനാൻ്റെ സ്റ്റോറി. സഫയോട് സംസാരിച്ച റീസൺ വൈ കുറേ ഇത് വരുന്നുണ്ട്. വിൽ ബി പോസ്റ്റിംഗ് എ വീഡിയോ അബൌട്ട് ഇറ്റ് ആഫ്റ്റർ മൈ ബ്രേ വ്ളോഗ് അല്ല, ബർത്ത്ഡേ വ്ളോഗ്, ബർത്ത്ഡേ വ്ളോഗിൽ അവൾ ഇന്ത്യ അല്ല ഉണ്ട്. സോ അത് കഴിഞ്ഞ് ഐ വിൽ എക്സ്പ്ലെയിൻ വൈ ഐ ടോക്ക് ടു ഹെർ ആൻഡ് വൈ വി സോർട്ടഡ് ഇറ്റ്. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ കൊറോണയൊക്കെ അടിച്ച് വാക്സിൻ അടിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷേ ഇത് തീരില്ല മക്കളെ, ഇത് തീരില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വേറൊരു യൂണിവേഴ്സ്. ഇവരുടെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ട് കേട്ടോ, അത് ആരെ വീഡിയോൻ്റെ അടിയിൽ ആ കമൻറ്റ് തന്നെ കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞതാണ് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വീടെടുത്ത് താമസിച്ചൂടെയെന്ന്. അതായത് സഫയ്ക്കും മേനാസിനും ഫസ്മിനയ്ക്കും പിന്നെ മറ്റേ ചങ്ങാൻ്റെ ഊമ്പി ലല്ലൂമ്പിക്ക്, ഈ 4 കൂടി ഒരു വീടെടുത്ത് താമസിച്ചു കൊടുത്തിട്ട് കുറെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതൊരു ബിഗ് ബോസ് വീടാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ തോനെ കായും കിട്ടുമല്ലോ. എന്തോ ഒരവസ്ഥയാണ് പടച്ചോനെ. പോട്ടെ, തമാശ എനിക്കിഷ്ടമല്ല. ഇനി ഞാൻ ഈ വീഡിയോ നമുക്ക് മുഴുവൻ പ്ലേ ചെയ്യാം കേട്ടോ. പ്ലേ ചെയ്തതിനു ശേഷം നമ്മുടെ മെഹനാസ് മെഹനു അവൻ വേറെ റൂട്ടിലാണ്. അവൻ വേറെ ഏതോ അവസ്ഥയെ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നെ ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്പറാണ്. ഇവർ കഴിഞ്ഞ 8-9 മാസം 10 മാസമായിട്ട് ആൾക്കാരായിട്ട് കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുരങ്ങ് കളിപ്പിച്ചു. യൂട്യൂബ് ചാനലിൽ 1 ലക്ഷം 1.5 ലക്ഷം വ്യൂസ് അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചാനലുകൾ പൊന്തി വന്നു, പ്രൊമോഷൻസ് കിട്ടി. എന്നാലും കുട്ടികളെ സമ്മതിക്കണം മക്കളെ, ചെറിയ പ്രായമല്ലേ നിങ്ങളൊക്കെ. ഇങ്ങനെ നാറി ജീവിക്കാൻ പറ്റുമല്ലോ? ഇങ്ങനെ മാനം കെട്ട് അളിഞ്ഞ് നാറി ജീവിക്കാൻ പറ്റുമല്ലോ മനുഷ്യൻ ജീവിതത്തിൽ? നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 ആളെ മോത്തിക്ക് ഒക്കെ പറഞ്ഞാൽ മടിയാ. മനസ്സിലായോ? നാട്ടിൽ നാറിക്കഴിഞ്ഞാൽ നാട്ടിക്കിറങ്ങാൻ മടിയാ. രാജ്യം വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇത് ലോകം മുഴുവനും അറിഞ്ഞ് നാറാണക്കല്ല ഇളിഞ്ഞ് കുത്തി ഇങ്ങനെ നാണം കെട്ടി ജീവിക്കണേക്കാളും ഭേദം പണിക്ക് പോയിക്കോടെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊന്നും കഴിയുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി അറിയണ്ടേ? ഇങ്ങനെ ആൾക്കാരെ ഇതാക്കിയിട്ട് ജീവിച്ച് ശീലമായി. മേലനങ്ങ് വേർപ്പിൻ്റെ അസുഖം, വേർത്തിട്ട് ജീവിക്കാൻ വയ്യാത്ത
പരിപാടിയായി പോയി. എന്തായാലും നോക്കാം നമുക്ക് എന്താണ് ആ ഒരു വീഡിയോ. നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മളൊന്ന് നനയട്ടെ. വാഴയൊക്കെ നനയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡിൽ കൂടി ഒന്ന് നനയട്ടെ. നിങ്ങളുടെ കാര്യം പോക്കാം. ഞാൻ ഈ ഡയലോഗ് തന്നെ പറഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് ഇരുന്ന് ഇതിനെതിരെ സംസാരിച്ച് ഇവിടുന്ന് അവിടെ പോയി അവിടുന്ന് ഇവിടെ പോയി കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ എന്നോട് നല്ല ദേഷ്യം തെറി പറയുമായിരിക്കാം. പക്ഷെ സത്യാവസ്ഥയാണ് പറയണ മക്കളെ, നിങ്ങളുടെ കാര്യം പോക്കാം. ഏതായാലും കൂട്ടത്തിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. കാണാം. അയ്യോ കാണിക്കുന്നുണ്ടോ? അയ്യോ മറ്റേ കണ്ണാടി കാണിക്കാണ്. ദേ കണ്ടോ, സഫു എനിക്ക് കണ്ണാടി വാങ്ങി തന്നു. ദേ കണ്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണിക്കുന്ന കണ്ണാടി. നിങ്ങൾ കണ്ണാടി കണ്ടിട്ടില്ലേ? നിങ്ങൾ മുട്ടായി കണ്ടിട്ടില്ലേ? എന്തൊക്കെയെടുത്ത് പോക്കറ്റിലിടുണ്ടല്ലോ. ഒന്നുകൂടി കാണാം. എവിടെ പോയി? ഇനിയുണ്ട്. നാട്ടുകാരെ മുഴുവൻ മൂഞ്ചിച്ചിട്ടാണല്ലോ ഈ കളി കളിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഹാഷിറിൻ്റെ വീഡിയോ ചോദിച്ച മാതിരി അവൻ അത് കണ്ടുപിടിച്ചോണ്ട് ഇപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റി. തീർന്നിട്ടില്ല മക്കളെ, തീർന്നിട്ടില്ല. മറ്റവൻ്റല്ലോ ഊമ്പി പുതിയ ചാനൽ തുടങ്ങി. ഇവിടെ ഹോം ടൂറാറോട് നടക്കുന്നുണ്ട്. അതും നമുക്ക് കാണാം. പിന്നെ മെഹനാസ്, ഇവൻ കുറേ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫിലോപ്പസി ബൈ മെഹനാസ്, അതൊന്ന് കാണാൻ നമുക്ക്. സ്വയം ഒരുമാതിരി ഒരു ഉശിരും പുളി ഇല്ലാത്ത ഒരു ഉണ്ണാക്കര ഒരു ജാതി അരപ്പന്മാർ പറയുന്നുണ്ട്. ഇവറ്റങ്ങളൊക്കെ ഏറ്റവും വലിയ ദ ബ്യൂട്ടി ഓഫ് ദി വർക്ക് എന്തെന്നറിയോ? എന്ത് കാണിച്ചാലും അതിന് ഡോളർ വരും എന്നുള്ളതാ. നാണം കെട്ട് ഛേ കാണാം. ഒരുപാട് പേര് എനിക്ക് ഈ അവസാനമായിട്ട് ഒരു റീലും ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചെങ്കിൽ, ഡൗട്ട് ചോദിക്കുമ്പോൾ മറ്റേ +2 മാഷല്ലേ സാർ, ഒരു ഡൗട്ട് ഉണ്ട് സാർ, ഈ വീഡിയോ നോക്കൂ സാർ. ആരുമല്ല, ഫാസ്മീനാൻ്റെതും സഫാൻ്റെയും ഒരു റീലും കാര്യങ്ങളും എടുത്ത് ഒന്നവൻ്റെ ഭാര്യയാണ് ഉളുപ്പില്ലാത്തവനെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് എല്ലാ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ഉത്തരം എഴുതി വയ്ക്കും കർത്താവേ. അപ്പം അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നേക്കണത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാവരെ പോലും എന്താ പറയുക, പല ആൾക്കാർക്കും പല രീതിയിൽ ഡൗട്ട് ഉണ്ടാവും. ഒരുപാട് എൻ്റെ അറിയുന്നവരും ഈ കാര്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടോ. എല്ലാവരും ഞെട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സഫയും ഫാസ്മിനാവും ഇത്രയും ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നല്ല, അതായത് ഇത്രയും ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. എനിക്ക് ചിലപ്പോൾ ഞെട്ടലുണ്ടാവും. എന്നെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് വലിയ ഞെട്ടലൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒന്നും അറിയില്ല. അതല്ല, നിങ്ങൾ ഞെട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞെട്ടി എന്ന് മാത്രം എഴുതിയാൽ മതി. ഞാൻ ഞെട്ടി എന്നുള്ള കമൻറ്റ് ഇട്ടോ. ഞാൻ ഞെട്ടി അല്ലെങ്കിൽ ഞാൻ ഞെട്ടിയില്ല ഉള്ള രീതിയിലാണ് ഇവർ ഈ വീഡിയോ ഇട്ടേക്കണത്. പിന്നെ അതുപോലെ വേറൊരു പോസ്റ്റും കൂടി ഉണ്ട്. ഈ ഒരു 2 സാധനം ആണ് എല്ലാവരും ചോദിച്ചിട്ട് ചോദ്യങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കണത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, ശരി. ഇതാപ്പോ ഇവൻ്റെ മറ്റേ ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ അതിൻ്റെ ഉത്തരം കൊണ്ടുവരുമെന്നല്ലോ. ഒരുപാട് പേര് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ എൻ്റെ വീട്ടിന് മുന്നിൽ റേഷൻ കടയത്തെ മാറ്റേ ക്യൂ ആണ്. പക്ഷെ എനിക്ക് ഉത്തരമൊന്നും അറിയില്ല. എനിക്ക് എന്തിനാടാ താടി മീശി വെച്ച് നടക്കുന്നത്? എന്താ പറയുക, ഈ ഒരു ഡൗട്ട് എനിക്കിതിനെ പറ്റി ഒന്നും കൂടുതൽ പറയേണ്ട, ഞാൻ എന്നെ കൊണ്ട് ചോദിക്കേണ്ട രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കയ്യൊക്കെ മടക്കി കുത്തുണ്ടല്ലോ, തല്ലാൻ പോണ മാതിരിയാണ്. എന്നെ കൊണ്ട് ചോദിക്കേണ്ട രീതിയിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പം കുറേ ഞെട്ടിച്ചെന്തോ ചോദിച്ചു നോക്കി, പോയി പണിയൊക്കെ പറഞ്ഞു. എല്ലാവരും കണക്കാ. വല്ലാത്ത ഒരു യൂണിവേഴ്സ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വല്ലാത്ത ഒരു അലമ്പ്. കൂടുതൽ ക്ലാരിഫൈ ഒന്നും ആയിട്ടില്ല. ഐ ഡോണ്ട് നോ. എന്താ പറയാ, ഞാൻ ഇതിനെപ്പറ്റി ക്ലോസ് ചെയ്തു.
ക്ലോസ് ചെയ്യിച്ചെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് ലല്ലുവിൻ്റെ കാര്യം ക്ലോസ് ചെയ്തിട്ടില്ല. ഇജി ക്ലോസ് ചെയ്യല്ലേ? ലല്ലുവിൻ്റെ ക്ലോസ് ചെയ്യല്ലേ? ഇജി 2-3 വീഡിയോ കൂടി ഇട്, ഇവിടെ കാണാൻ ആൾക്കാരുണ്ട്. കാരണം ഓൻ ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചേക്കണതും എൻ്റെ സംശയമാണ്, ട്രാപ്പാണ് എന്നുള്ള രീതിയിൽ ഓൻ ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അതാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ നല്ല രീതിയിൽ, ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോ ആണ്, എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിലായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനും എന്താ പറയുക, എൻ്റെ കണ്ണിൽ കണ്ടതൊന്നും കളവല്ല, സത്യങ്ങളാണ്. സോ നമ്മളിപ്പം സഫ ആണെങ്കിലും കുട്ടീനെ കാണിക്കാൻ എനിക്ക് വിളിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ പരസ്പരം നമ്മൾ വേണ്ടാന്ന് വെച്ച് നാളെ ഒന്നിച്ചു എന്നും പറഞ്ഞിട്ട് ഈ വഴിക്ക് വരരുത്. സഫേനെ ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോവാണ്. അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. കാരണം കുട്ടിയുടെ കാര്യങ്ങൾ മെയിനായിട്ട്, ആ ഒരു കുട്ടീൻ്റെ കാര്യം വരെ ചിന്തിക്കാത്ത കുറേ നാറികൾ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഈ കുട്ടീൻ്റെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാട്ടുകാർ എന്തിനാലും ഇടപെടണം. നിങ്ങളൊക്കെ അല്ല കുട്ടീൻ്റെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അത് ഉദ്ദേശിച്ചത് ഇതേപോലെ ലല്ലുവിനെ പോലത്തെ കുറേ ആളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയിപ്പം ലല്ലുവിനെ ഉപദേശിക്കുന്നുണ്ട്, മറ്റേ ഇല്ലാത്തവൻ, മുട്ടും കൈ ഇല്ലാത്തവനെ ഉപദേശിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞേറി ഒറ്റ നിമിഷത്തെ സുഖത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ മനുഷ്യന്മാരുടെയും ജീവിതമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരേ ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കുക. കാരണം നാളെ പിറ്റേന്ന് നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവേണ്ടതാണ്. എന്നാലും നിങ്ങൾക്കൊരു കുടുംബവും ഫാമിലിയൊക്കെ ഉണ്ടാവും. കാരണം എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും ഒരു സമയത്ത് എല്ലാം മറന്ന് നന്നായി ജീവിക്കുന്ന ഒരു കാലം വരും. ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു? അനക്കൊരു മോട്ടിവേഷൻ ചാനൽ കൊടുക്കാൻ പറ്റുമോ? നല്ല രസമുണ്ടല്ലോ സംസാരമൊക്കെ കേൾക്കാൻ. ആ സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വരും ഉറപ്പായിട്ടും. നിങ്ങൾ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ ലൈഫിൽ അനുഭവം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ, അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഞാനും ഇതുവരെ ലൈഫിൽ ആരും ചതിക്കാൻ പോയിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരാളെ അങ്ങോട്ട് ചതിച്ചിട്ട് പോയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ ആരും ചതിച്ചിട്ടുണ്ടാവില്ല. ചെങ്ങന്മാരെ, ഇനി പുതിയ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കാതെ ഞാനൊരു സംഗതി പറഞ്ഞു, ഇതിനൊരു സൊല്യൂഷൻ എത്രയാണ്? നിങ്ങളായിട്ട് തന്നെ അത് തീരുമാനമാക്കി ഇനി പുറത്തേക്ക് വിടല്ലേ ചങ്ങായി. ചില കുടുംബങ്ങളിലൊക്കെ കാണുന്നുണ്ട് സ്വത്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്തെ ആളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണേ. ഇത് അതേമാതിരി എങ്ങനെയെങ്കിലും പറഞ്ഞ് തർത്തീബാക്കുക, അതേമാതിരി എന്തെങ്കിലും പറഞ്ഞ് സെറ്റിലാക്കി ചങ്ങായി. പുറത്തേക്ക് വിടല്ലേ, ദയവ് ഇത് പുറത്തേക്ക് വിടല്ലേ. ഇനി ഒരു ജീവൻ, കുടുംബം, ഇനി ഒരു ടീമിനെ വഴിയാധാരാക്കല്ലേ. നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ട് തർത്തീബാക്കി വിട്. തോർത്തോണ്ട് ഒത്തിയിട്ട് കറക്റ്റായിട്ട് തീരുമാനമാക്കി പുറത്തേക്ക് വിടല്ലേ. സോറി, ഞാൻ മറ്റേതാണ് അങ്ങനെയൊന്നും ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇനി എൻ്റെ ലൈഫ് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്താണ് എല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. ഒന്നും എനിക്ക് തന്നെ പറയാൻ പറ്റൂല. സോ ഞാനിപ്പം പഠിച്ചോനെയും കൂടി വലിച്ചിട്. എന്താ പറയുക, കൂടുതൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും നിങ്ങളടുത്ത് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, അറിയില്ലെങ്കിൽ നിർത്തിപ്പോവ്. സംസാരിക്കാൻ അറിയുന്ന ഒരാളെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ ഊമ്പി പുതിയ ചാനൽ തുടങ്ങി. നിങ്ങൾ ഞെട്ടിയോ? ഇതാപ്പം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഊമ്പിന്ന് തുടങ്ങിയ ചാനല്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇപ്പം ക്യാമറയുടെ മുൻപിൽ ഇരുന്നിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ, ഞങ്ങളൊക്കെ ഇതിങ്ങനെ വിചാരിച്ചിരിക്കുക. അല്ല, നിങ്ങളാരും വിചാരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം വെച്ചാൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കുറേ തീട്ടായിയെ സ്നേഹിക്കുന്ന കാന്താരി അല്ലെന്നാലും പറയാ, മറ്റേ പിന്നെ ഖലിപ്പിൻ്റെ കാന്താരി, തീട്ടായിയെ സ്നേഹിക്കുന്ന കുറച്ച് കാന്താരിമാർ പോയിട്ട് മുന്നോട്ട് തീട്ടായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കണ്ടു. ഇവൻ്റെയൊക്കെ എല്ലാം പുറത്തു വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഈ അല്ലേ പറഞ്ഞത് നമുക്ക് ഇത് പറ്റില്ല, ഫസ്റ്റിനേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയാണെന്നുള്ളത്, നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് ആലോചിച്ചു. ഏത് കണ്ടന്റ് ഇടണം എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്നിപ്പോൾ ലൈക്ക് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ആയതാണ്. അപ്പോൾ ഷിഫ്റ്റ് ആയ ടൈമിൽ ലൈക്ക് ഹോം ടൂർ തന്നെ ആവാം ഫസ്റ്റ് കണ്ടന്റ് എന്നുള്ള രൂപത്തിൽ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാം. എന്തായാലും ഈ സെക്കൻഡ് ഫ്ലോർ വരുന്നത് ബിൽഡിംഗ് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇൻ കേസ് എന്തെങ്കിലും വള്ളി കിട്ടുമെന്ന് അറിയില്ലല്ലോ. കാരണം ഇത്രയും ദിവസം നമ്മളെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നല്ല ധാരണ ഉണ്ട്. ഹോം ടൂർ ചെയ്യാൻ പോവാണ്, പക്ഷെ എവിടെയാന്നുള്ളത് കാണിച്ചു നടന്നു ചില ആൾക്കാർ. പക്ഷേ അതിനെക്കുറിച്ച് അതിൽ പറയാൻ താല്പര്യമില്ല. എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. ഇനി സാഹചര്യം വന്ന് പറയാതെ വേറെ വിഷയം. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലോട്ട് പോകാം. വാ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് കണ്ടിരിക്കാം, രസമല്ലേ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ആള് വരുന്നത്. ജസ്റ്റ് കാണിക്കാം. ഓൻ്റെ തലയും ഓൻ്റെ തലമുടി ഓൻ്റെ കോലം ബോഡി ഷെയിം ചെയ്യാന്ന് വിചാരിക്കരുത്.
ഇവൻ്റെ കയ്യിലിരിപ്പ് അത്രയും വൃത്തികെട്ടതാണെന്നുള്ളത് കുറച്ചു കാലം നമ്മൾ കണ്ടതാണ്. ഇനി ഇവനെ നെഞ്ചിലേറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. സെറ്റല്ലേ? ആ പരമ സെറ്റാണ്. സെറ്റാണേ. ബാക്കിയുള്ള കാര്യം കൂടി സെറ്റാക്കിയത്. ഫസ്റ്റ് ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഫ്ലാറ്റിനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് കയറിയതാണ്. നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലമാണ്. സെറ്റല്ലേ? സെറ്റാണ് ഒക്കെ സെറ്റാണ്, നന്നായിട്ടുണ്ട്. പിന്നെ അടുത്ത് ഞാൻ ബെഡ്റൂം കാണിക്കാം. ബെഡ്റൂം അല്ലടാ കാണിക്കണ്ട്. അടിപൊളി ബെഡ്റൂം വരുന്നത്. ഇവിടെ ആദ്യം താമസിക്കുന്ന ഇതിന്റെ ഓണർ സൈക്കിള്. മോന്റെ സൈക്കിൾ. ബെഡ്റൂമിൽ സൈക്കിളോ? അവരിപ്പോ ഇവിടെ എല്ലാവരും UK പോയിട്ടുള്ളത്. UK പോയി. ആരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നേരം നോക്കിയിട്ട് വീട് ഹോം ടൂർ നടത്തിയതാണോ? അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നിസ്കാരമുറി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇനിയിപ്പോ അപ്പോൾ നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഇതിപ്പോൾ അടുത്ത റൂം ഇവിടെ വരുന്നത്. ഇത് ചെറിയൊരു ഹാൻഡ് വാഷ് സെറ്റപ്പാണ്. അവിടുന്ന് റൂമിലോട്ട് നിർത്താം കേട്ടോ, മതി. ഏതായാലും ഊമ്പി പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടേക്ക് ചേക്കേറാം. കാരണം എന്താണെന്നറിയോ, ഞാൻ ആ ഒരു ഊമ്പിയുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, നീയും പൊളിക്കുമുത്തേ, കീപ് ഗോയിങ് ബ്രോ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, ചാനൽ തുടങ്ങണമെന്ന ഉദ്ദേശത്തിലായിരുന്നു ഇവൾ നാടകം, ഊടായിപ്പാണേലും സംസാരം കേൾക്കാൻ രസമുണ്ട്. ഇത് മറ്റേ കാന്താരിയാണ്. ആത്മീഖ, ലല്ലു ബി ഇഷ്ടം. ഓ ഹലോ ലല്ലു, ഹായ് ലല്ലു. നെഗറ്റീവ് പറയാൻ കുറേ പേര് വരും, നെവർ മൈൻഡ്. നിങ്ങൾ 4 ആളും സൂപ്പറാണ്, 4 ആളെയും എനിക്ക് ഇഷ്ടമാണ്. മുഷബു എന്തോ ഒരു പെണ്ണ്. ഹായ്, സബ്സ്ക്രൈബ് ചെയ്തു. ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് കൺഫ്യൂഷൻ ആക്കുന്നു. എന്തായാലും അവളും അത്ര നല്ലതൊന്നുമല്ല എന്ന് ഉറപ്പാണ്. എന്തായാലും സെപ്പറേറ്റായി ഇനി നന്നായി മുന്നോട്ട് പോകുക. കൂടുതൽ വീഡിയോസ് ഇടൂ, ഞാനും ഉണ്ടാകുന്നു ഇതിൽ. നിഷ് 650 തീട്ടായിൻ്റെ കുറേ ആരാധികമാർ തീർന്നിട്ടില്ല. എന്ത് ചെയ്യും അല്ലേ? വല്ലാത്ത ഒരു യൂണിവേഴ്സ്. ഇതൊക്കെ കണ്ടിരിക്കുന്നവരുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇനി മറ്റോളം അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നുണ്ടെന്നാണ് കേട്ടത്. എന്താ ഇങ്ങനെ